നമസ്കാരം. നഴ്സുമാരുടെ മിനിമം വേതനം അത് സർക്കാർ നിശ്ചയിക്കട്ടെ എന്നാണ് ജൂബിലി അമല ആശുപത്രികളുടെ അധികൃതർ പറയുന്നത്. മിനിമം വേതനത്തിൽ സർക്കാർ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയാൽ അതാദ്യം നടപ്പിലാക്കുക തങ്ങളായിരിക്കുമെന്നും അവർ പറയുന്നു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ, അതായത് UNA നേതൃത്വത്തിൽ സമരം ആരംഭിക്കുന്ന സമയത്ത് പോലും സ്വകാര്യ ആശുപത്രി മേഖലയിൽ നഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം നൽകിയിരുന്നത് ജൂബിലി അമല ആശുപത്രികൾ. നിങ്ങൾ ഓർക്കണം, 2018 സർക്കാർ മിനിമ വേതന വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയിട്ടും പുതുക്കിയ ശമ്പളം ആദ്യഘട്ടത്തിൽ തന്നെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നടപ്പിലാക്കിയിരുന്നു. തുടർന്ന് 2023 ഏപ്രിൽ മുതൽ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയും ഇതുവരെയും കൃത്യമായി നൽകുകയും ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രി. അവരുടെ അവകാശവാദം 100% ശരിയാണെന്നാണ് അവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാർ പോലും പങ്കുവയ്ക്കുന്നത്. അമല ആശുപത്രിയിലും നഴ്സുമാരുടെ ശമ്പള ഘടനയിൽ സമഗ്രമായ പരിഷ്കാരം നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്റ്റാഫ് നഴ്സുമാർക്കും 4000 മുതൽ 6000 രൂപ വരെയാണ് ശമ്പള വർധന നടപ്പിലാക്കിയത്. ഇനി തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ ആവശ്യപ്പെട്ടാൽ താൽക്കാലിക ആശ്വാസവും നൽകും. ഈ സാഹചര്യത്തിൽ ഇതിനിടയിൽ സമരത്തിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നഴ്സുമാരുടെ റോഡ് ഉപരോധവും തൃശൂർ അതിരൂപത ആസ്ഥാന ഉപരോധവും നടന്നു. ഇതൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചതും കണ്ടതും കേട്ടതുമല്ല. ഈ സമരം ശുദ്ധ തെമ്മാടിത്തരമാണ് എൻ്റെ അഭിപ്രായത്തിൽ. അമല ജൂബിലി ആശുപത്രികളിലെ സമരത്തിന്റെ പേരിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമാർ ആൻഡ്രൂസ് താഴത്തിനെയും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള ചില കേന്ദ്രങ്ങളുടെ സംഘടിത ശ്രമങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒരു സംശയവുമില്ല. മാത്രമല്ല, ഈ പ്രതിഷേധം നല്ല രീതിയിൽ നടക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടിയാണ്. നഴ്സുമാർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളവും എല്ലാം കൊടുക്കുമ്പോഴും എന്തിനാണ് ഇവിടെ മാത്രം ഒറ്റതിരിഞ്ഞൊരു സമരം നടത്തുന്നത്? ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? ആണ്, ചിന്തിക്കണം. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന്. ആ ഗൂഢാലോചനയിൽ അറിഞ്ഞോ അറിയാതെയോ നിരപരാധികളായ ചില നഴ്സുമാർ പെട്ടുപോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം തൃശ്ശൂരിന് പുറത്ത് ഏകദേശം 4 ജില്ലയിലെ ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ഈ ആശുപത്രികളെയാണ്. അതിൽ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്ന് ജാതി മത വ്യത്യാസമില്ലാതെ ആളുകളുടെ ആശ്രയ കേന്ദ്രമാണ് ഈ ആശുപത്രികൾ. ഇത് കണ്ട് മഞ്ഞളിച്ച ഈ ആശുപത്രിയുടെ വളർച്ചയും പുരോഗതിയും കണ്ടിട്ടാവണം മലപ്പുറം കേന്ദ്രമാക്കി പുതിയ ഒരു ആശുപത്രിക്കുള്ള കൂടിയാലോചനകൾ അണിയറയിൽ നടക്കുന്നു. അതിനെ സഹായിക്കാനാണ് ഇതിനെ തകർക്കാൻ ഈ കോലാഹലങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെയാണ് രഹസ്യമായി പലരും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ചെറിയ സമരമല്ല. ഇതിന്റെ പിന്നിൽ വൻ ഗൂഢാലോചനയാണ് ഉള്ളത്. സംഘടിത ആക്രമണമാണ്. അതുകൊണ്ട് നിഷ്കളങ്കരായ നഴ്സുമാർ ഒന്നാലോചിക്കണം, ഈ സമരം എന്തിനു വേണ്ടിയാണെന്ന്. നിങ്ങളെ ഒരിക്കലും ഗുണപ്പെടുത്താനല്ല, സ്ഥാപനത്തെ നശിപ്പിക്കാനാണ്. നാളെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം പട്ടിണിയാകും. നിങ്ങളുടെ അടുപ്പിൽ തീ പുകയില്ല. ഇവന്മാരാരും തരില്ല. ഇവന്മാർ വിചാരിച്ചാൽ മറ്റൊരു ജോലി തരപ്പെടുത്തി തരാനും സാധിക്കില്ല. കാരണം ഇവന്മാർ പറഞ്ഞാൽ ഏതെങ്കിലും ആശുപത്രി ആർക്കെങ്കിലും ജോലി കൊടുക്കും. വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് ആസനത്തിൽ വെക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് സമരത്തിൽ പങ്കാളികളായ നഴ്സുമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഒരു സ്ഥാപനം തകർക്കാൻ കൂട്ടുനിൽക്കരുത്. നിങ്ങളുടെ ചോറാണ്. അരിക്കലത്തിൽ മണ്ണ് വാരിയിടരുത്. ആലോചിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ.